ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുപ്പ് വരാത്ത, നോമ്പ് സമയത്തും അല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മീഡിയം സൈസിലുള്ള 4 സബോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് കൈകൊണ്ട് തിരുമ്മി ഇതുപോലെ ഒറ്റയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഗ്രേറ്ററിൻ്റെ വലിയ ഹോളിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതാ കൈകൊണ്ട് ഉടച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. അതാണ് കറക്റ്റ് പരുവം. ഇങ്ങനെ കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് തന്നെ ഇട്ട് കൊടുക്കുക, എങ്കിലേ നന്നായിരിക്കുള്ളൂ. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1.25 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനാണ്. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് പരുവം മനസ്സിലാവില്ല. വെള്ളം ഒരുപാട് കൂടിപ്പോവുകയും ചെയ്യരുത്, നല്ല കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ഒരു ഇടത്തരം പരുവത്തിലാണ് നമുക്ക് ഈ ഒരു കൂട്ട് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതുപോലെ കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഒന്ന് പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പോരാതെ വന്നപ്പോൾ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ മാവിൻ്റെ പരുവം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തണം. കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടാനൊന്നുമില്ല, ഇതങ്ങനെയല്ല. നമ്മൾ മാവ് നുള്ളിയെടുക്കുക, കൈയുടെ ഉള്ളംകൈയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തി കുഴിയാക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മുട്ട കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പകുതിയാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിരുന്നതാണ് മുട്ട. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. അതിൻ്റെ താഴത്തെ ഭാഗം മാത്രം, മുകൾ ഭാഗം കവർ ചെയ്യരുത്. ഒരു കിളിക്കൂടിൻ്റെ ഒക്കെ ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കായാലും കുട്ടികൾക്കായാലും ഒരു വെറൈറ്റി ആയിട്ട് അവർക്ക് കഴിക്കാനൊക്കെ തോന്നും. നല്ല ഇഷ്ടമായിരിക്കും ഇങ്ങനെ കാണുമ്പോൾ. എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാതെ ഇതുപോലെ വെറൈറ്റി രീതിയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കൗതുകമായിരിക്കും. കാണാൻ ഭംഗി പോലെ മാത്രമല്ല, അത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കിളിക്കൂടിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇപ്പോൾ എല്ലാം റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട, കുറച്ചൊന്ന് വേവാനുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഓയിൽ കോരി ഒഴിച്ചു കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ മുകളിലുള്ള ആ ഒരു ഭാഗം നമുക്ക് വെന്ത് കിട്ടാനാണ്. 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയാലേ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് വിട്ടു പോവാതിരിക്കുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ കോരി ഒഴിച്ചു കൊടുത്തിട്ട് 1/4 ഭാഗത്തോളം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 30-40 സെക്കൻഡ് മാത്രം വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗം എങ്ങനെയാണ് വെന്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിലാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പെട്ടെന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. എണ്ണയാണെങ്കിലും ഒരുപാട് കുടിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ഞാനിതാ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ കിളിക്കൂട് പോലത്തെ നല്ല മുട്ട കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് റെഡിയായി കിട്ടി. ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.